കേട്ടാ ആവണേ കമ്പനിയിലേക്കാണോ? ലച്ചുമോളെ നഴ്സറി വിട്ടിട്ട് അതുവഴി കമ്പനിയിലേക്ക് പോകും. ആണോ? നീ എന്താ മക്കളുമായിട്ട്? അല്ല ഇതെന്താ രണ്ടാക്കൊരു ക്ഷീണം പോലെ? അമ്മ പോയതിന്റെ ആണോ? അമ്മ പോയതൊന്നും ഇവരെ ബാധിച്ചിട്ടില്ല. അവൾ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഇവരെന്റെ കൂടെ ആയിരുന്നല്ലോ. അല്ല നീ ഇവരെ കൊണ്ട് ചുമ്മാ ഇറങ്ങിയതാണോ? അല്ല രഘുട്ടാ, ഇവർക്ക് നല്ല സുഖമില്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അതെന്ത് പറ്റി? കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല രഘുട്ടാ, രഘുട്ടൻ പോയിക്കോ, അമ്പിളി ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. അച്ഛനുണ്ട്, രഘുവേട്ടൻ ലേറ്റ് ആക്കണ്ട. മോളെ മോളെ സമയത്തിന് നഴ്സറി വിടണേ. രഘുട്ടൻ പിന്നെ കാണാം. ആയിക്കോട്ടെ ലച്ചുമോളെ, ലച്ചുമോളെ പോയിട്ട് വാ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. അവള് പഠിക്കാൻ പോവാ. ശരി പോയിട്ട്. എന്തായാലും ഇതുവഴി വരാൻ പറ്റിയത് നന്നായി. അച്ഛനൊന്ന് കണ്ടിട്ട് പോവാലോ. വാ മോളെ. അയ്യോ അതിന് കേറുവാണോ? ഞാൻ എടുക്കാം. മുത്തച്ഛനെ കണ്ടിട്ട് പോവാട്ടോ. വാ 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 വാ. മോള് ഇവിടെ ഇരിക്കട്ടോ. അവിടെ ഇരിക്കട്ടോ. എന്താ നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടത്? വലിയ പാലെടുത്തോണ്ട് വരാട്ടോ. അമ്പിളി ചേച്ചി, ആദ്യം ഇവർക്ക് മരുന്ന് കൊടുക്കണം. കുറച്ച് ചൂടുവെള്ളം കിട്ടിയിരുന്നത് നന്നായിരുന്നു. ഞാൻ എടുത്തിട്ട് വരാം. ഇരിക്കും മോളെ, അവിടെ ഇരിക്ക്. അമ്പിളി ആരാ? മുത്തച്ഛനെ കാണണ്ടേ? അച്ഛൻ വിനയൻ ആർച്ചമോളെയും ഭദ്രമോളെയും കൊണ്ട് വന്നതാ. മക്കളെ ഇതാ വിനയ. എന്തിനോ വാവ കരയണേ? എന്തു പറ്റി? രണ്ടുപേർക്ക് നല്ല പനിയുണ്ട്. പനിയോ? ഞാനിവരെ ഡോക്ടറെ കാണിച്ചിട്ട് വരുന്ന വഴിയാ. ആണോ? എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവൊന്നുമില്ല അച്ഛാ. മോളെ മുത്തച്ഛന്റെ ചെറിയ ചൂടുണ്ടല്ലോ. അതെ അതെ. ഡോക്ടർ എന്താ പറഞ്ഞു? വിനയ 3 നേരത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട് അച്ഛാ. നാട്ടില് മുഴുവൻ ഭയങ്കര പനിയല്ലേ, അപ്പൊ നമ്മള് നല്ലോണം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഒരേ വാശിയാ. അതെ അതെ അറിയാം വിനയ. വിനയൻ ഒറ്റയ്ക്കായിരുന്നോ ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത്? വിനയനൊന്നും നിർത്തേ. മോള് വന്നേ, വാ വാ, ഞാൻ കൊണ്ടുപോയി കിടത്താലോ. വാ 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 വാ.